ദാരികന്റെ ശിരസു കൊയ്തൊരു ഘോരരൂപിണി അംബികേ. ദാരികന്റെ ശിരസു കൊയ്തൊരു ഘോരരൂപിണി അംബികേ. കാരിരുൾ സമമായ നിൻ തിരുവാർമുടി ചുരുൾ കൈതൊഴ. തീക്കനൽ ജ്വലിച്ചു തള്ളിയ തീക്ഷ്ണമാനയനങ്ങളും തീക്കനൽ ജ്വലിച്ചു തള്ളിയ തീക്ഷ്ണമാനയനങ്ങളും കൈതൊഴാം ഭയങ്കരീ തവ മൂർച്ഛയേറിയദംഷ്ടവും. ദാരികന്റെ ശിരസു കൊയ്തൊരു ഘോരരൂപിണി അംബികേ. ദാരികന്റെ ശിരസു കൊയ്തൊരു ഘോരരൂപിണി അംബികേ. കാരിരുൾ സമമായ നിൻ തിരുവാർമുടി ചുരുൾ തൊഴ. ഹരനുടെ കരമത്തിലൊരു പിടി ജടയതു പാരിലടിച്ചൊരു നേരത്തായി. ഹരനുടെ കരമത്തിലൊരു പിടി ജടയതു പാരിലടിച്ചൊരു നേരത്തായി. ഹരനുടെ കരമത്തിലൊരു പിടി ജടയതു പാരിലടിച്ചൊരു നേരത്തായി. ഈ ശ്രീ പൂക്കുളങ്ങര ഭഗവതിയാണ് നമ്മുടെ ഇത് പ്രതിഷ്ഠ. ഇത് 8 തൃക്കൈകളോടുകൂടിയുള്ള ഭഗവതിയാണ്. അതിൽ ഈ താരശില്പം പണ്ട് 1000 വർഷങ്ങൾക്ക് പഴക്കമുള്ള ക്ഷേത്രമാണ് നമ്മുടെ ക്ഷേത്രം. പണ്ട് മുന്നോർക്കുള്ള എൻ്റെ മുത്തശ്ശൻ്റെ കാലങ്ങൾ കൊണ്ട് ഉള്ള ക്ഷേത്രമാണ്. ഇത് ദേവി പ്രതിഷ്ഠയാണ്. ദേവി എന്ന് പറഞ്ഞാൽ കാളീസ്വരൂപിയായിട്ടുള്ള ഭഗവതിയാണ്, ശാന്തസ്വരൂപിയായിട്ടുള്ള കാളിയാണ്. അതായത് 8 തൃക്കൈകളോടുകൂടിയുള്ള ഭഗവതിയാണ്. താരശില്പമാണ്. താരശില്പം മറ്റുള്ള ക്ഷേത്രങ്ങളിലൊക്കെ വന്നിട്ട് ശിലയായിരിക്കാം, നമ്മുടെ താരശില്പമാണ്. അതിലും സപ്തമാതൃക്കളോടുകൂടി വീരഭദ്രൻ ഗണപതിയോടുകൂടി ചേർന്നിട്ടുള്ള ദേവിയാണ് ശ്രീകോവിലിനകത്തുള്ളത്. പിന്നെ ചുറ്റമ്പലത്തിൽ വന്നിട്ട് സുബ്രഹ്മണ്യൻ, ഗണപതി, സുബ്രഹ്മണ്യൻ, പിന്നെ വന്നിട്ട് അയ്യപ്പസ്വാമി, പിന്നെ വന്ന് ബ്രഹ്മരക്ഷസ്, ഭൈരവസ്വാമി എല്ലാം ഉണ്ട് ക്ഷേത്രത്തിൽ. പിന്നെ സപ്തമാതൃക്കൾ വന്നിട്ട് ദേവിയുടെ ശ്രീകോവിലിനകത്താണ് സപ്തമാതൃക്കൾ. ഈ സപ്തമാതൃക്കളുള്ള റയർ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് നമ്മുടെ ശ്രീ പൂക്കുളങ്ങര ഭഗവതി ക്ഷേത്രം. മനസ്സിലായത്? ഈ പൂക്കുളങ്ങര ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ ആലത്തൂർ താലൂക്കിലെ കുനിശ്ശേരിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് എങ്ങനെ ബസ് മാർഗം വരികയാണെന്ന് വെച്ചാൽ അത് വന്നിട്ട് പാലക്കാട് വന്നിട്ട് 20 കിലോമീറ്റർ 2 മാർഗമുണ്ട്. ഒന്ന് വന്നിട്ട് തേങ്കുറിശി വഴിക്കും വരാം, ഒന്ന് വന്നിട്ട് ഹൈവേ കൂടെ വന്നിട്ട് തൃപ്പാളൂരിൽ നിന്ന് വന്നിട്ട് തൃപ്പാളൂരിൽ നിന്ന് ഇങ്ങോട്ടും വരാം. അങ്ങനെ 2 വഴി. പിന്നെ കൊടുവായൂർ വഴിക്കും വരാം. ഇവിടെ 20 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഇപ്പോൾ പാലക്കാട് നിന്ന്. ഇത് ദേവിയുടെ ഇത് വന്നിട്ട് എങ്ങനെ ഉത്ഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ആദ്യകാലത്ത് വന്നിട്ട് സാമൂതിരി രാജാവ് വന്നിട്ട് പടം നയിച്ചു വരുന്നുണ്ടായിരുന്നു. കേരളത്തിൽ പടം നയിച്ച് ഓരോ സ്ഥലങ്ങളിൽ വന്ന ശേഷം കുനിശ്ശേരിയിൽ വരികയും കുനിശ്ശേരിയിലെ ജനങ്ങൾ പടയാളികളുമായി ഏറ്റുമുട്ടുകയും അതിലുള്ള നായർ പടയാളികളൊക്കെ മരിക്കുകയും ആണുങ്ങളായിട്ടുള്ള എല്ലാവരും മരിക്കുകയും അതിനുശേഷം സ്ത്രീകൾ മാത്രം ഒറ്റപ്പെടുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭഗവതി സ്ത്രീജനങ്ങളെല്ലാം ഒന്ന് ഭഗവതിയിൽ ശരണം പ്രാപിക്കുകയും ഭഗവതി പറഞ്ഞു, നിങ്ങൾ വന്നിട്ട് ഒരു കയ്യിൽ ചൂലും ഒരു കയ്യിൽ മുറവുമായിട്ട് അങ്ങോട്ട് പോയിക്കോളും, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. പിന്നെ സാമൂതിരി രാജാവ് കുറേ കാലം യുദ്ധം ചെയ്തിട്ടും ആ ഇവർക്കൊരു ഒരു വലിയൊരു പട വന്നിട്ട് ഉമ്മർത്ത് നിൽക്കുന്ന മാതിരിയും അവർക്ക് തോൽപ്പിക്കാൻ പറ്റാത്തൊരു അവസ്ഥയും വന്നു. എന്നിട്ട് തിരിഞ്ഞു പോവുകയും സാമൂതിരി രാജാവ് തിരിഞ്ഞു പോവുകയും അവിടെ പോയി ദേവപ്രശ്നം വെച്ച് നോക്കുമ്പോൾ അത് ദേവിയുടെ ചൈതന്യം അതിലുണ്ടെന്നും. അപ്പോൾ അതിനുശേഷം സാമൂതിരി രാജാവ് തൻ്റെ വാളും ഇതും എല്ലാം വന്ന് ഭഗവതിക്ക് അടിയറ വയ്ക്കുകയും പിന്നെ ആണുങ്ങൾ 500 നായന്മാർ ഇവിടെ ഈ സ്ത്രീകൾക്ക് വേണ്ട പുരുഷന്മാരെ 500 നായകർ തിരുനാവായ അവിടുന്ന് കൊണ്ടുവന്ന് വേളി കഴിപ്പിച്ച് വെച്ച് കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ അവർക്ക് ആ നായന്മാരൊക്കെ വന്നിട്ട് ഒരു മാമാങ്കം വേണമെന്ന് പറഞ്ഞു. മാമാങ്കം കാണുന്നു അവിടെ തിരുനാവായ. ആ തിരുനാവായിലത്തെ മാമാങ്കമാണ് ഇവിടെ കുനിശ്ശേരി കുമ്മാട്ടി. ഭഗവതിയുടെ പുണർന്ന നാളിലാണ് ഭഗവതിയുടെ നാൾ.
ഭഗവതി നാൾ. ആ പുണർന്ന നാട്ടിൽ കുനിശ്ശേരി കുമ്മാട്ടി എന്ന ഉത്സവം ഉണ്ടാകുന്നു, മാമാങ്കമായി കൊണ്ടാടുന്നുണ്ട്. അത് ഭഗവതിയുടെ പുണർന്ന നാൾ. അത് കന്യാർ കുമ്മാട്ടി 2 ദിവസമായിട്ടാണ് കൊണ്ടാടുന്നത്. വന്നിട്ട് 2 ദിവസമായിട്ടാണ് കൊണ്ടാടുക. അതിൽ കന്യാറിനെ വന്നിട്ട് ഇവിടെ നിന്ന് തെന്മലയിൽ നിന്നും തെന്മല, അതായത് നെന്മാറ പോത്തുണ്ടി വനമേഖലയിൽ നിന്നും 3 മുളകൾ വെട്ടിക്കൊണ്ടുവരും. അതിനൊരു സമുദായക്കാരുണ്ട്, അവരാണ് വെട്ടിക്കൊണ്ടുവരിക. എന്നിട്ട് അത് കുളത്തിലിട്ട് 3 ദേശത്തിലുള്ളവരും വന്നിട്ട് അത് മുള നാട്ട് ഈ പ്രദർശനം 3 പ്രദർശനമാക്കിയ ഒരു ചടങ്ങുണ്ട്. അത് കഴിഞ്ഞ് ദേവിയുടെ ഇവിടെ വടക്കേത്തറ ദേശത്തിൻ്റെ മുള ദേവിയുടെ കൊടിമരത്തിന് മുമ്പിലും തെക്കേത്തറക്ക ദേശത്തിൻ്റെ വേട്ടക്കരങ്കാവിൻ്റെ മുമ്പിലും കിഴക്കേത്തറ ദേശത്തിൻ്റെ തിരുവളയാടമ്പട അവിടെയുമാണ് സ്ഥാപിക്കാറ്. അതിനുശേഷം അടുത്ത ദിവസമാണ് മന്നം മുഴക്കിൽ നിന്നൊരു ചടങ്ങുണ്ട്. മന്നൽ മുഴ ഈടുവെടിയോടെ തുടങ്ങും. രാവിലെ ഈടുവെടി തുടങ്ങിക്കഴിഞ്ഞാൽ കിഴക്കേത്തറ ദേശത്തിൻ്റെ പൊട്ടിക്കളി അവിടെ നിന്ന് വേട്ടക്കരങ്കാവിൽ തുടങ്ങി പൂക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ വന്ന് ചേരും. അതിനുശേഷം ഇതിൽ വന്നിട്ട് 10 ആനകളോടുകൂടി പിന്നെ മന്നം മുഴക്കലുണ്ട്. വടക്കേത്തറ തെക്കേത്തറ ദേശത്തിൻ്റെ മന്നം മുഴക്കൽ എന്ന ചടങ്ങുണ്ട്. മന്നം മുഴക്കൽ അത് യുദ്ധപ്രതീതിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചടങ്ങാണ് മന്നം മുഴക്കൽ. ആ ചടങ്ങിന് ശേഷം മന്നം മുഴക്കൽ ചടങ്ങിലുണ്ട്. ആ ചടങ്ങിന് ശേഷം വീട് വെടിയുടെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഉത്സവത്തിൻ്റെ തുടക്കം ആരംഭിക്കുന്നത്. 2 മണിക്ക് വടക്കേ മന്നം ഓന്തൂർ ഇതിൽ നിന്ന് വന്നിട്ട് അവിടെ നിന്ന് തുടങ്ങും. വടക്കേത്തറ ദേശമന്ദിൻ്റെ അവിടെ നിന്ന് തുടങ്ങി എഴുന്നള്ളത്തും 5 ആനകളോട് ഭഗവതി എഴുന്നള്ളും. അത് തെക്കേത്തറ ദേശത്തിൻ്റെ ശ്രീമൂലസ്ഥാനത്ത് നിന്നാണ് പുറപ്പെടുക. എന്നിട്ട് 2 പേരും തിരനോട്ടം എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. ആ കുളത്തിൻ്റെ ശ്രീമൂലസ്ഥാനത്തിനടുത്തുള്ള തീർത്ഥക്കുളത്തിൻ്റെ അപ്പുറത്തും പുറത്തുമായി ഒരു തിരനോട്ടം അങ്ങോട്ടും ഇങ്ങോട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കൂട്ടി എഴുന്നള്ളത്ത് 2 കൂട്ടരും ഈ വടക്കേത്തറ ദേശത്തിൻ്റെയും തെക്കേത്തറ ദേശത്തിൻ്റെയും കൂട്ടി എഴുന്നള്ളത്തുണ്ട്. ആന അമ്പാരി, ആന പഞ്ചവാദ്യം ഇതോടുകൂടെ എഴുന്നള്ളത്തുണ്ട്. മേളത്തോടു കൂടി എഴുന്നള്ളത്ത് വന്ന് നേരെ നമ്മുടെ ആനപ്പന്തലിലോട്ട് വരും. ആനപ്പന്തൽ 2 ദേശത്തിനാണ്, വടക്കേത്തറ തെക്കേത്തറ ദേശത്തിനാണ് ആനപ്പന്തൽ. അത് കഴിഞ്ഞാൽ ആനപ്പന്തലിൽ വന്ന് ചേരുകയും അതിനുശേഷം കുറച്ച് നേരം പാണ്ടിമേളത്തോടുകൂടെ വീണ്ടും മേലെ ആരംഭിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ക്ഷേത്രാങ്കണത്തിലേറി കഴിഞ്ഞാൽ വെടിക്കെട്ടുണ്ട്. വൈകിട്ട് 7 മണിക്ക് വെടിക്കെട്ട് കിഴക്കേത്തറക്കാരുടെയും തെക്കേത്തറക്കാരുടെയും വൈകിട്ടും വടക്കേത്തറക്കാരുടെയും കുമ്മാട്ടിയുടെ പിറ്റേ ദിവസം രാവിലെ നേരത്തെയാണ് വെടിക്കെട്ടുണ്ടാകുന്നത്. ഇതൊക്കെയാണ് ചടങ്ങായിട്ട് ഇവിടെ കൊണ്ടുവരുന്നത്. ഭഗവതി സത്യസ്വരൂപയും ഭയങ്കര ഇതാണ്. ഇവിടെ വഴിപാടുകൾ എന്താണ്, വഴിപാടുകൾ വന്നു കഴിഞ്ഞാൽ ഭഗവതിക്ക് എല്ലാ പുണർത്തത്തിനും ഇവിടെ അന്നദാനം നടത്താറുണ്ട്. അന്നദാനം പിന്നെ വന്നിട്ട് ഭഗവതി പിന്നെ നിറമാല, ചുറ്റുവിളക്ക് നിറമാല. ഇവിടെ പ്രധാനപ്പെട്ട വഴിപാട് ചുറ്റുവിളക്ക് നിറമാല, കടുമധുര പായസം, പിന്നെ ത്രികാല പൂജ, പിന്നെ ചാന്താട്ടം ഭഗവതിക്ക് ഇഷ്ട വഴിപാടാണ്. എന്തായാലും ചാരുശില്പമാണ്. അല്ല മറ്റുള്ള ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ഇവിടെ ഒന്ന് ചാരുശില്പമുള്ള ക്ഷേത്രം, അതായത് സപ്തമാതൃക്കളോടുകൂടിയ ക്ഷേത്രം കേരളത്തിൽ ഏറ്റവും കുറവായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രഗത്ഭമായ ഒരു ക്ഷേത്രമാണ് നമ്മുടെ ശ്രീ പൂക്കുളങ്ങര ഭഗവതി ക്ഷേത്രം. ഇവിടെ ചാന്താട്ടം വഴിപാട് ഭക്തജനങ്ങൾക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ഓരോരുത്തരുടെ പ്രാർത്ഥനയിൽ ഫലമായിട്ട് അവർ ചെയ്യുന്ന വഴിപാടാണ് ചാന്താട്ടം. പിന്നെ ഉദയാസ്തമന പൂജ, പ്രതിഷ്ഠാദിനം, ഇങ്ങനെ ഉള്ള എല്ലാ കാര്യങ്ങളും. ആറാട്ട്, ചെറിയ ആറാട്ട്, വലിയ ആറാട്ട് എന്നിവയുണ്ട്. ചെറിയ ആറാട്ട് വന്നിട്ട് കന്നിമാസത്തിൽ ആണ് നടക്കാറ്. കന്നിമാസത്തിലാണ് ചെറിയ ആറാട്ട് നടക്കുക. പിന്നെ വന്നിട്ട് നവരാത്രി വിളക്ക്, നവരാത്രി എല്ലാം ഉണ്ട്. പിന്നെ ഈ കുമ്മാട്ടി കഴിഞ്ഞിട്ട് 18 ദിവസം ദാരികാവധം കളമ്പാട്ട് നടത്താറുണ്ട്. ഇവിടെ ദാരികാവധം കളമ്പാട്ട് നടക്കുന്നുണ്ട്. ഈ കളം വരച്ചിട്ടുള്ള പാട്ടൊക്കെ ഉണ്ട്. ഭഗവതി കാളീശ്വരൂപിയാണ്. കാളീശ്വരൂപിയാണെച്ചാലും ശാന്തസ്വരൂപിയാണ്. പിന്നെ 12 വർഷം കൂടുമ്പോൾ നമ്മുടെ തൃപ്പല്ലാവൂരപ്പൻ, അതായത് ഇവിടെ നിന്നൊരു 4 കിലോമീറ്ററുള്ള ശ്രീ തൃപ്പല്ലാവൂർ അച്ഛനായിട്ട് സങ്കല്പം, ഭഗവതിയുടെ അച്ഛനായിട്ടുള്ള സങ്കല്പത്തിൽ തൃപ്പല്ലാവൂരപ്പൻ ശിവക്ഷേത്രമുണ്ട്. അങ്ങോട്ടേക്ക് ഭഗവതി അങ്ങോട്ട് പോകും. അവിടെ അതിർത്തി വരെ, പല്ലാവൂർ അതിർത്തി വരെ കൊണ്ടുപോവുകയും അവിടെ നിന്ന് ഭഗവതി ആനയിച്ച് ഇവിടെ നിന്ന് 5 ആനകളായിട്ട് ഇവിടെ നിന്ന് പോകും. അവിടെ നിന്ന് 5 ആനകളുമായിട്ട് ശിവഭഗവാൻ വന്ന് ഭഗവതി മകളെ കൂട്ടിയിട്ട് പോകുന്ന ചടങ്ങ് ഒരു വ്യത്യസ്തമായ ഒരു ചടങ്ങാണ്. അത് കേരളത്തിൽ എവിടെയും കണ്ടിട്ടില്ല. ഇങ്ങനെയൊരു ചടങ്ങ് ഇവിടെ ആദ്യമായിട്ട് ഇങ്ങനെയാണ്. 12 വർഷം കൂടുമ്പോഴാണ് ഭഗവതിയെ മകളെ വിളിച്ചിട്ട് പോകുന്ന ചടങ്ങ്. അതിനുശേഷം അവിടെ വന്നിട്ട് നീരാടും, മഞ്ഞ നീരാട്ടും, അങ്ങനെയുള്ള പരിപാടിയൊക്കെ ചടങ്ങ് കഴിഞ്ഞാൽ രാത്രി തന്നെ ഭഗവതിക്ക് വേണ്ട ഇതൊക്കെ കൊടുക്കും. പൂജാപാത്രങ്ങളും എല്ലാം ഉരുളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുത്ത് ഭഗവതി തിരിച്ചയക്കും. രാത്രി 11 മണിയാകുമ്പോഴേക്കും ഇവിടെ തിരിച്ചെത്തും വേണം.
ഇതാണ് ചടങ്ങ്. അതൊരു വലിയാറാട്ട് പറയും, വലിയാറാട്ട് ചടങ്ങ്. അത് പിന്നെ മരുന്നപ്പണി ഇങ്ങനെയുള്ള പരിപാടി എല്ലാം ഉണ്ട്. പിന്നെ നമ്മുടെ ക്ഷേത്രത്തിൽ വന്നിട്ട് പിന്നെ പ്രതിഷ്ഠാദിനം പറഞ്ഞു. പ്രതിഷ്ഠാദിനം എന്നിട്ട് മേടമാസത്തിലെ രോഹിണി നക്ഷത്രത്തിലാണ് വരുന്നത്. രോഹിണി നക്ഷത്രത്തിലാണ് വരുന്നത്. പിന്നെ നവരാത്രി വിളക്ക്, മണ്ഡല വിളക്ക്, ഈ ഭഗവതി ക്ഷേത്രം നമ്മുടെ ഭഗവതി 3 പ്രാവശ്യം മാത്രമേ വെളിയിലേക്ക് വരാറുള്ളൂ. ഒന്ന് വന്നിട്ട് മണ്ഡലം 41 ദിവസത്തിനും ഭഗവതി പുറത്തെഴുന്നള്ളാറുണ്ട്. പിന്നെ ചെറിയ ആറാട്ടിനും പുറത്തെഴുന്നള്ളാറുണ്ട് പ്രദക്ഷിണമായിട്ട്. പിന്നെ വലിയ ആറാട്ടിന് മാത്രം ഈ 3 പ്രാവശ്യം മാത്രമേ ഭഗവതി പുറത്തെഴുന്നാറുള്ളൂ നമ്മുടെ ക്ഷേത്രത്തിൽ. മനസ്സിലായി. പിന്നെ നമ്മുടെ ക്ഷേത്രത്തിലെ എല്ലാ ജനങ്ങളും, അതായത് ഇവിടെ പല ഭാഗത്തും ആൾ ഓവർ വേൾഡിലെ നമ്മുടെ ക്ഷേത്രത്തിലെ ഭഗവതിയുടെ അടിമക്കൾ, ഭഗവതിയുടെ ഭക്തന്മാരുണ്ട്. ഭക്തന്മാർ അമേരിക്ക എല്ലാവിടെയും ഉണ്ട് നമ്മുടെ ഭഗവതിയുടെ അടിമകളായിട്ട്. ചെന്നൈ, മുംബൈ, കൂടുതലായിട്ടുള്ളത് ചെന്നൈ, മുംബൈ, പിന്നെ ബാംഗ്ലൂർ, കോയമ്പത്തൂർ ഇന്ന സ്ഥലങ്ങളിലേക്കാണ് ഭഗവതിയുടെ. മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ ഇതൊക്കെ ഉണ്ട്. പിന്നെ കുമ്മാട്ടി ദിവസം വാളിഞ്ചിറമ്പ് എഴുന്നള്ളുന്ന പരിപാടിയൊക്കെ ഉണ്ട്. ഭഗവതി വേല കാണാൻ പോകുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ട്. മേൽശാന്തി വാളെടുത്തിട്ട് പോകുന്നതൊക്കെ മേൽശാന്തിയാണ്. ഇങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ നാഗങ്ങളായിട്ടുള്ള ഇവിടെ ഉപദേവന്മാർക്ക് വന്നിട്ട് അയ്യപ്പസ്വാമി ഗണപതിക്ക് വന്നിട്ട് ചതുർത്ഥി പൂജ, ചതുർത്ഥിക്ക് അഭിഷേക ഇതൊക്കെ ഉണ്ട്. എന്താണ് അലങ്കാര പൂജ അങ്ങനെയൊക്കെ ഉണ്ട് ചതുർത്ഥിക്ക്. വിനായക ചതുർത്ഥി ഇവിടെ കൊണ്ടാടുന്നുണ്ട്. വിനായക ചതുർത്ഥി വന്ന പ്രസന്ന ഗണപതിയുണ്ട് ക്ഷേത്രത്തിൻ്റെ ആങ്കാള പരമേശ്വര ക്ഷേത്രത്തിനടുത്തുള്ള ആനാമ്പാരിയോടുകൂടെ അതുണ്ട്. പിന്നെ ക്ഷേത്രത്തിലെ എല്ലാ പുണർത്തത്തിനും അന്നദാനമുണ്ട്. അതേമാതിരി ക്ഷേത്രത്തിൽ വന്നിട്ട് എല്ലാ മലയാള മാസം 1-ാം തീയതി പ്രഭാത ഭക്ഷണം വരുന്ന ഭക്തന്മാർക്കെല്ലാം പ്രഭാത ഭക്ഷണം നൽകുന്നുണ്ട് ചടങ്ങുണ്ട്. പിന്നെ ക്ഷേത്രത്തിൽ അയ്യപ്പൻ വിളക്ക്, അത് വൃശ്ചികമാസത്തിലെ അയ്യപ്പൻ വിളക്ക്, ധനുമാസത്തിലെ ആദ്യത്തെ ശനിയാഴ്ച അയ്യപ്പൻ വിളക്ക് കൊണ്ടാടുന്നുണ്ട്. അത് ഗംഭീരമായിട്ട് കൊണ്ടാടുന്ന ഉത്സവമാണ്. പിന്നെ ഇവിടെ ശുഭദൈവങ്ങൾക്ക് വന്ന് വെള്ളരി, ആയില്യം, എല്ലാ ആയില്യത്തിനും അതായത് വഴിപാട്. ഇപ്പോൾ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാകാനും നാഗദോഷങ്ങളൊക്കെ തീരാൻ ഇവിടെ വന്നിട്ട് നാഗപൂജ നടത്താറുണ്ട്. എല്ലാ വെള്ളരി ആയില്യം പൂജയ്ക്ക് അത് നടത്താറുണ്ട്. പിന്നെ അയ്യപ്പനെ ശനിദോഷം തീരാൻ നീരാഞ്ജനം, എള്ളുതിരി, എള്ളുവിളക്ക്, പിന്നെ അങ്ങനെയുള്ള അഭിഷേക പൂജകൾ. സുബ്രഹ്മണ്യ സ്വാമിക്ക് പഞ്ചാമൃതാഭിഷേകം, പാലഭിഷേകം എന്നീ വഴിപാടുകൾ ഇവിടെ നടക്കുന്നുണ്ട്. ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കടുമധുര പായസം, ചുറ്റുവിളക്ക് നിറമാല, ത്രികാല പൂജ, പിന്നെ വന്നിട്ട് അഭിഷേകം, പാലഭിഷേകം എന്നിവയൊക്കെ നടത്താവുന്നതാണ്. പട്ട് ചാർത്തൽ എല്ലാം. ഈ ഭഗവതിക്ക് വന്നിട്ട് ഏറ്റവും വന്നിട്ട് പ്രധാന ഈ ഭഗവതി എന്ന് പറഞ്ഞാൽ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഒരു അമ്മയാണ് ഭഗവതി. നമ്മുടെ കല്യാണം അതേമാതിരി കുട്ടികളാകാത്തവർക്ക് തൊട്ടിൽ എന്നിവ സമർപ്പിക്കാവുന്നതാണ്. ഇങ്ങനെ എല്ലാം കൊണ്ടും നമ്മുടെ ഭഗവതി വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഈ ലോകത്തിലുള്ള എല്ലാ നാനാഭാഗത്തും നമ്മുടെ ഭക്തജനങ്ങളും നമ്മുടെ ഭഗവതിയുടെ അടിമകളാണ്. എല്ലാവർക്കും ഈ ഭഗവതിയുടെ എല്ലാ അനുഗ്രഹവും ഉണ്ടാകുമാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊള്ളുന്നു. अत्र देवी अस्ति. देवी भद्रकाली शान्तरूपेण देवालयः अत्र कुर्माटी इति उत्सवः. उत्सवाः भवन्ति. देव्याः कृते निर्मला उत्सवः देव्याः कृते पायसं वस्त्रावरणं देव्याः दक्षिणभारते प्राप्तं भवन्तः दारुमूर्तिः दृष्टं. दारुमूर्तिः वृक्षस्य मूर्तिः दृष्टम्. एकः अस्मिन् देवालये देव्याः मूर्तिः दारुमूर्तिः भवति. पुनः तत्र शिलामूर्तिः अपि वर्तते. तस्मिन् एतद् वास्तविकतया 800 पूर्वम् एकः युद्धः जातः. एकस्मिन् गर्भगृहे
स्त्रियाः एव इदानीं स्त्रियः दृष्ट्वा देव्याः तेजस्विनोक्ति एकं सैन्यं दर्शितवती तस्मिन् तत्सैन्यं दृष्ट्वा राज्ञा भीता पलायिता इदानीं पुनः पलायित्वा सा एवं तत्र दैवज्ञानं यदा दृष्टवान् तदानीं देव्याः सैन्यम् इति सः दैवज्ञाः उक्तवन्तः एवम् अत्र देव्याः शक्तिः आधुनिककाले इदानीन्तनकाले वयं सर्वे किं जनाः भक्ताः देशे विदेशे सर्वे सन्ति ते आगत्य अत्र वस्त्रं धनं कनकम् अथवा दोलाम् इत्यादि समर्प्य देव्याः प्रीतिम् अनुग्रहः सेवा कर्तुम् आगत्य आगच्छन्ति ददन्ति अत्र दशाधिकगजाः उपरि आरोप्य अत्र प्रदक्षिणां कृत्वा अत्र देव्याः पितृ नाम अत्र पार्वती अस्ति खलु तर्हि पार्वत्याः पिता पर्वतेशः तत्र अन्यत्र एकस्मिन् मन्दिरे अस्ति इतः किञ्चित् दूरं तत्र सा गत्वा एकस्मिन् दिवसे गत्वा पुनः एवमत्र ततः तस्य देवालयस्य मनोहरता बहु वर्तते एकः शान्तप्रशान्त तडागस्य पार्श्वे एतादृश दिव्यभव्य प्रदेशम् आगत्य दर्शनं कुर्वन्तु स्वागतं पुनः अन्यस्मिन् देवालये मिलामः दारिकन्ने शिरसु कोई